2006 RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക ഗോൾവൾക്കർ അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്? വിചാരധാര എഴുതിയ RSSന്റെ ആചാര്യനാണ്. ആ വിചാരധാരയിലാണ് ആഭ്യന്തര ഭീഷണി എന്ന ഭാഗത്ത് 19 മുതൽ 21 വരെ അധ്യായങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് വിചാരധാര എന്ന RSSന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച RSSന്റെ സർസംഘചാലകാണ് ഗോൾവൾക്കർ. 19ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് മുസ്ലിങ്ങൾ എന്നാണ്. ഒരു അധ്യായം മുഴുവൻ അതാണ് ഇന്ത്യയുടെ ഭീഷണി. 20ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ക്രിസ്ത്യാനികൾ എന്നാണ്. ഒരു അധ്യായം മുഴുവൻ അതാണ്. 21ാമത്തെ അധ്യായം കമ്മ്യൂണിസ്റ്റുകാർ. ഈ മൂന്ന് കൂട്ടരും ഇന്ത്യയുടെ ഭീഷണിയാണ്, ഇവരെല്ലാം തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ അന്ന് RSS ക്ഷണിച്ചു? അതാണ് ചോദ്യം. അതിന് മറുപടി പറയണ്ടേ? 60-ൽ EMSനെതിരായി RSS ഡീലുണ്ടാക്കിയതിനെ ഇപ്പം മറുപടി പറയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അതൊന്നും മറുപടിയില്ല. അതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. സത്യമായി ചരിത്രത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. വർഗീയ വലതുപക്ഷ സഖ്യത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് അതെല്ലാം. 71-ൽ AKGയെ തോൽപ്പിക്കാൻ RSSും കോൺഗ്രസും കൈകോർത്തതിന് ഇപ്പം മറുപടി പറയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല ആർക്കും. വടകരയും ബേപ്പൂരും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ എന്തിന് RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ ക്ഷണം സ്വീകരിച്ച് RSSന്റെ ഇഷ്ടക്കാരനായി അവിടെ പോയി എന്ന് ചോദിക്കും? അതിന് മറുപടി പറയാതിരുന്നിട്ട് കാര്യമില്ല. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. കേരളം ചോദിക്കും. നിങ്ങൾ പിന്നെയും പിന്നെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി പറ. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കേരളത്തോട് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയേണ്ടതാണ്. ഇനി ഇങ്ങനെ RSS പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതാണ്. ആ ചോദ്യം എത്ര കാലം കഴിഞ്ഞാലും കേരളത്തിൽ അവശേഷിക്കുന്ന ചോദ്യമാണ്. അതിന് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല.